ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം ടോളൂ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല ടോളെ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്കൊരു റെസിപ്പി കാണാം. ഇതാണ് ദാബ സ്റ്റൈലിലുള്ള അണ്ട കീമ എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, അണ്ട കീമ എന്ന് പറഞ്ഞാൽ എഗ് കീമ. ഓക്കെ, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. ഇതിൽ കുറച്ച് എണ്ണ കൂടുതലാണ് നമ്മൾ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇത്ര വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ല ഫ്രഷ് ആയിട്ട് ചതച്ചത് അതും കൂടി ഇതിലേക്ക് ഇടുക. ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ഇടുന്നത്. അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് സോട്ടേ ചെയ്യുക. അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മൾ 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി ചോപ്പറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ അരച്ചിട്ടുണ്ട്. നല്ലപോലെ അരച്ചതിന് ഇനി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കിടന്നിങ്ങനെ വഴറ്റി ആവണം. അതിലാണ് ഇതിൻ്റെ ടൈം കൺസംഷൻ മുഴുവൻ. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് പൊടികളൊക്കെ ഇടാം. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, ഇതാണ് ഇതിലേക്ക് പൊടികൾ ആവശ്യം വരുന്നത്. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. ഞാനൊരു 1.5 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റണം. നല്ലപോലെ വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരയ്ക്കും ഒന്ന് ആക്കണം. അതിന് നമ്മൾ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ ആ എണ്ണയിൽ വെച്ചിട്ട് അത് നന്നായി മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ മസാല കരിയിക്കാനുള്ള ഇട വരുത്തരുത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ബേസിക്കലി ഞാൻ മറ്റേ നമ്മുടെ ചോപ്പർ ഉണ്ടല്ലോ, അത് ഒലിമ്പിയിട്ടുള്ള വെള്ളം തന്നെയാണ് ആദ്യത്തേത് ഒഴിച്ചു കൊടുത്തത്. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ നമ്മൾ ഇളക്കുന്ന ആ ഒരു കയ്യിലുണ്ടല്ലോ അത് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ 2 സ്റ്റേജായിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു കപ്പ് 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് സ്ലോ ഫ്ലെയിമിൽ ഇതിനെ നമ്മൾ തിളയ്ക്കാൻ അനുവദിക്കുകയാണ്. നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. നല്ലപോലെ ഒന്ന് തിളച്ച് അത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള എഗ് മസാല ഇടുന്നത്, എഗ് ഇടുന്നത്. ഓക്കെ, എഗ് കീമയാണല്ലോ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണം. അതുവരയ്ക്കും നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. അതല്ലാതെ അതിന് മുമ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സിമ്മിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു മസാല നന്നായിട്ട് ആക്കാൻ നോക്കുക. ഇനി ഇതിൽ നമ്മൾക്ക് യൂസ് ചെയ്യുന്ന മുട്ട എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഒരു 7 മുട്ട പുഴുങ്ങിയിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കൈകൊണ്ടാണ് ഉടച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. ആ മുട്ടയുടെ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഈ എഗ്ഗ് അണ്ട കീമയ്ക്ക് പകരം നിങ്ങൾക്ക് പനീർ കീമയും ചെയ്യാം കേട്ടോ. സെയിം പ്രൊസീജിയർ. പനീർ നല്ലപോലെ കയ്യിൽ മാഷ് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾ പ്രൊസീജിയർ ഫോളോ ചെയ്യണമെങ്കിൽ ദാറ്റ് ബിക്കംസ് പനീർ കീമ. അപ്പോൾ ഇനി ഇത് നമുക്ക് ദാബ സ്റ്റൈലിലാവുന്നതുകൊണ്ട് ഇവിടെയാണ് നിങ്ങളെല്ലാവരും ദാബ സ്റ്റൈലിൽ കണ്ടിട്ടുണ്ടാവുക. ഇങ്ങനെ അവർ അമർത്തി നമുക്ക് അവിടെ കീമ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. തിളയ്ക്കുന്ന ആ ഒരു ഇതിൽ ഇങ്ങനെ അമർത്തി അവർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. നന്നായി മാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ, പറാത്തയുടെ കൂടെയൊക്കെ സൂപ്പറാണ്. ആൻഡ് ദോശയുടെ കൂടെയും സൂപ്പറായിരിക്കും. നല്ലൊരു കറിയാണ്. വളരെ മൈൽഡ് ഫ്ലേവറോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. എന്തായാലും നിങ്ങൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഞാനിതപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക്
ഇതൊന്ന് മല്ലിയില ഇട്ടിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് മല്ലിയില ഇട്ടിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു വലിയ ബ്ലോക്കോളം നമ്മുടെ ബട്ടർ ഇടാം. ഞാനത് ചെയ്തിട്ടില്ല, പക്ഷേ ദാബ സ്റ്റൈലിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബ്ലോക്കോളം അവർ ബട്ടർ ഇട്ട് കൊടുക്കും. പക്ഷേ അത് ടു ഓയിലി ആവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തു കൊടുക്കാണ്ടിരുന്നത്. സോ യെസ്, നമ്മൾ മല്ലിയില ഇട്ടു, ഇറക്കി. നമ്മൾ പറാത്തയാണ് രാത്രി സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറാത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഉണ്ടാക്കിയ പറാത്തയുടെ കൂടെ നമ്മളുടെ അണ്ട കീമ റെഡി ആയിരിക്കുകയാണ് ദാബ സ്റ്റൈലിൽ. കുറച്ച് ഇരിക്കുമ്പോഴേക്കും അതൊന്ന് കുറുകും. അപ്പോൾ ആ കുറുക്കിയിട്ടുള്ള ആ ഒരു ഇത് നമ്മൾക്ക് അണ്ട കീമ നമ്മൾ സെർവ് ചെയ്തു. സൂപ്പർബാണ്. ആദ്യം തന്നെ മക്കളാണ് കഴിച്ചത്. സോ അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം അവരെന്ത് ഫീൽ ചെയ്തു എന്ന്. ഹൗസ് എ കീമ? Very nice. You should teach me. Such a simple recipe. I will. There is nothing to teach. You will go to Vinny's kitchen, have a look at it, and there is something in Malayalam. ആ മലയാളം കണ്ടിട്ട് അതിന് വേണ്ട അനുസരിച്ചിട്ട് ഉണ്ടാക്കിയ ഇപ്പം ഈ ഒരു ക്വാണ്ടിറ്റി ഇല്ലേ, ഇതൊരു 7 മുട്ടയുടെ ക്വാണ്ടിറ്റിയാണ്. 7 മുട്ട. ഓക്കെ, 7. ഇപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി നീ ഉണ്ടാക്കി വെച്ച ഒരാഴ്ചക്ക് നീ നിന്റെ ലെവലിലേക്ക് നീ കൂട്ടും. അപ്പൊ ഈ ഒരു സംഭവം നിനക്ക് ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ചോറിന്റെ കൂടെയായി, നിന്റെ ഇതുപോലത്തെ പറാത്താസ് അവിടെ കിട്ടും, പറാത്തക്കായി, ഈവൻ ഒരു എന്താണ് പറയുക ടോട്ടിയാസിന്റെ കൂടെയായി. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ ഉള്ള ബിഗർ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ കറി എല്ലാ ദിവസവും നമുക്ക് ഒരാഴ്ചത്തേക്കോളം സെർവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നീ വലുതായിട്ട് കറി കഴിക്കുന്ന ഒരാളല്ല. എന്നെ പോലെ ഒന്നും നീ വലുതായിട്ട് കഴിക്കില്ല. സോ കുറച്ച് കഴിക്കുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെയുള്ള കറിയൊക്കെ വളരെ ഈസിയാണ്. അവിടെ പോയിട്ട് നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, കഴിക്കൂ. കിച്ചാപ്പൂർ ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ. ഇവൻ പിന്നെ എന്നെ പോലെയാണ്, കറിയൊക്കെ എടുക്കേണ്ട പോലെ എടുക്കും. മറ്റേവനെ മാതിരി ഒപ്പലില്ല. അങ്ങനെ ആ റെസിപ്പി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കാണാം, ഞാൻ അവന് വേണ്ടിയിട്ട് മനുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു സംഭവമാണ്. ഇതാണ് ഇങ്ക് ബേർഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വാക്യൂം സീലർ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അവന് കൊടുത്തയക്കണം. അപ്പോൾ ആ കൊടുത്തയക്കാൻ നമ്മൾ വാക്യൂം സീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ VS6621 എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു മോഡലാണ് വാങ്ങിച്ചത്. ഇറ്റ് ഈസ് വെരി വെരി യൂസ്ഫുൾ. സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. ആദ്യം അവർ തന്നിരിക്കുന്ന ആ ബാഗിനെ നമ്മുടെ അളവിനനുസരിച്ച് മുകളിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ആ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവന് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പയർ മെഴുക്ക് വരട്ടി, ഇങ്ങനത്തെ മെഴുക്ക് വരട്ടികളൊക്കെയാണ്. അപ്പോൾ ആദ്യം അതിനെ ആ ബാഗിൻ്റെ ഉള്ളിലിടുക. 2 മോഡുണ്ട്. ഒന്ന് വന്നിട്ട് അതൊരു വെറ്റ് മോഡാണോ പിന്നെ ഡ്രൈ മോഡാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെ ഡ്രൈ മോഡിലേക്ക് വെച്ചു. എന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ ഒരു ഇത് വയ്ക്കുക. ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ബാഗ് വെച്ചിട്ട് ഇതിനെ ലോക്ക് ചെയ്യുക. എന്നിട്ട് വാക്യൂം സീൽ എന്ന് പറയുന്നത് പ്രസ് ചെയ്യുക. വാക്യൂം സീൽ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വാക്യൂം ചെയ്തിട്ട് നമുക്ക് സീൽ ചെയ്തിട്ട് കിട്ടും. അപ്പോൾ 2 സൈഡിലുള്ള ലോക്കിനെ നമ്മൾ അൺലോക്ക് ചെയ്യുന്നു. ആ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും വാക്യൂം സീൽ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ അവന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ ഇത് സുഖൾക്കും ആക്ച്വലി ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേര് ദൂരത്തുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള സാധനങ്ങൾ അയച്ചു കൊടുക്കണം, നിങ്ങൾക്ക് വാക്യൂം ചെയ്തിട്ട് നിങ്ങളുടെ ഫുഡിനെ അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ക് ബേർഡ് ഡെഫിനറ്റായിട്ട് വാങ്ങിക്കാൻ നോക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവർ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സാധനത്തിനെ കറക്റ്റായിട്ട് അങ്ങോട്ട് വെക്കുന്നു, 2 സൈഡും ലോക്ക് ചെയ്യുന്നു. എന്നതിന് ശേഷം വാക്യൂം സീൽ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഒരു ആ ഒരു നമ്മൾ വെച്ചിരിക്കുന്ന ആ പ്രോഡക്റ്റ്, ഫുഡിൻ്റെ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വാക്യൂം ആയിട്ടുള്ള രീതിയിൽ കിട്ടും. അത് തന്നെ ആ ലൈറ്റ് കംപ്ലീറ്റ് ഓഫാവും, അത് തന്നെ സീലാവും. അത് തന്നെ സീലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ്സ് കംപ്ലീറ്റ് ഓഫായി കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മൾ ഇതുപോലത്തെ ഉള്ള മെഷീൻ, അത് മാത്രമല്ല നമുക്ക് പെട്ടിയിൽ വെച്ച് കൊണ്ടുപോകാനും അത് എളുപ്പമാണ്. 2 ലോക്കുള്ള സ്ഥിതിക്ക് നമുക്ക് ആ ഒരു ഇത് നല്ല ടൈറ്റ് ചെയ്ത് കിട്ടും
കിട്ടുകയും ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്ന് പയർ, അതേമാതിരി തന്നെ ചീര, അതേമാതിരി തന്നെ കൂർക്ക, ഇതൊക്കെ ഉള്ളിയൊന്നും ഇല്ലാതെ തന്നെ ഞാൻ മെഴുക്ക് വരട്ടി ടൈപ്പായിട്ടുള്ള രീതിയിൽ കൂർക്കയൊക്കെ ഞാൻ മെഴുക്ക് വരട്ടി ടൈപ്പാണ് അവന് കൊടുത്തയക്കാൻ പോണത്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഫ്രീസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്.